സ്റ്റുഡിയോ അൾട്ടിമേറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീം ഉണ്ടാകാൻ പോവാണ്. സൈലസൺ ഇതുവരെ കളിച്ച വലിയ വലിയ പ്ലേയേഴ്സിന് ടീമാണ്. അത് 8 ബില്യൺ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് രണ്ടാളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതിപ്പോ വേറെ രണ്ടാളെ വട്ടം പർച്ചേസ് ചെയ്യാൻ പോവാണ്. പണ്ട് പല ടീമിൽ കളിച്ചു, അതൊക്കെ ലാസ്റ്റ് ചെയ്ത് കാണിക്കും. ഇവരെന്തിനാ ബേസ് വേഷം പർച്ചേസ് ചെയ്ത് ഇന്റർനാഷണൽ പർച്ചേസ് ചെയ്യാൻ മതി. ഇന്ത്യനെ പറ്റി എന്താണെന്നൊക്കെ പറയാം. ബട്ട് ഇവർക്കാണ് വലിയ വലിയ റേറ്റിംഗ് വേറെ ഉള്ളത്. ഇപ്പം ബഡ്ജറ്റ് തന്നെ കുറഞ്ഞതുകൊണ്ട് ഇവരെ തന്നെ ഉപയോഗിച്ച് ചില റേറ്റിംഗ് ആണെങ്കിലും ഉണ്ടാകാൻ പോവാ. എന്നിട്ട് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ഇതിലിപ്പം നമുക്ക് ലൂസിയാനെ ഇതാക്കണം. ലൂസിയുണ്ട്. ലൂസിയന്റെ ബേസ് കാർഡായിട്ട് ഇപ്പൊ ഉപയോഗിക്കാം. കുറച്ചൊരു സ്വന്തം പൈസ നമുക്ക് തൊണ്ണൂറ്റി ഒന്ന് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മള് ബേസ് കാർഡ് ലൂസിയായിരിക്കും സെറ്റ് ചെയ്യാം. നോക്കാം. ലൂസിയോ അവിടെ കിട്ടിയിരിക്കുന്നു. ലൂസിന് കുറച്ച് വില കൂടിയല്ലോ ഈ വർഷം തന്നെ. ബേസ് കാർഡ് ലൂസിയോനൊക്കെ കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും മറ്റേ വർഷന്. ബട്ട് ഇതിന് വാങ്ങപ്പെടായിരിക്കും കുറച്ചുകൂടെ അല്ല മറ്റേ വാങ്ങപ്പെടുന്ന വർഷമാണ് ഇടയ്ക്ക് മതി. ഓക്കെ, ലൂസിയോന് പർച്ചേസ് ചെയ്ത് കിട്ടി തോന്നുന്നു. അതിന്റെ ഞാൻ ടീം മാസ്റ്റർ കിട്ടാം സംഭവം ചെയ്യാം. നമ്മളിപ്പോ സെർച്ച് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഹീറോസിനെ തന്നെ സെർച്ച് ചെയ്യുന്നത്. നമ്മളല്ലാണ്ട് അങ്ങോട്ട് പോകില്ല. ഹീറോസിനെ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സ്പെല്ലിങ് പറ്റി എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. യെസ്, സ്പെല്ലിങ് കിട്ടി. ആരെ സെർച്ച് ചെയ്യുന്നത് സെർച്ച് ചെയ്ത് മനസ്സിലാവും. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്യാൻ പോവാണ്. സെർച്ചിങ് ലോഡിങ് ആണ്. എനിക്ക് വേണ്ടത് ഈ വർഷം കേട്ടോ വേണ്ടത്. മറ്റേ വാങ്ങാൻ ഞാൻ 3 മില്യൺ ഡിജിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു വാങ്കപ്പടി സപ്പറ ഇല്ല. അല്ല ഒരു വാങ്കപ്പ് വാങ്ങി. ഇതിനിപ്പോ ഒറ്റ സപ്പറ ഉള്ളൂ. നമ്മളിതിപ്പോ വാങ്ങാൻ പോവാണ്. ടൈം എടുക്കരുത് ഈ ടീം ഉണ്ടാക്കാൻ. ടൈം എടുക്കരുത് ഒരിക്കലും. ഓക്കെ, നമ്മൾ ഒരു പർച്ചേസ് സക്സസ് ആയിട്ട് പോകും. സെക്കൻഡ് ഇപ്പൊ സക്സസ് ആവും ഗൈസ്. എന്റെ സൂപ്പർ ലീഗ് കളിച്ചിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് കാണിച്ചതാ. ഞാൻ പണ്ടത്തെ എന്റെ സൂപ്പർ ലീഗ് കളിച്ചെന്ന് വെച്ചാൽ പണ്ടുള്ള ടീംസിൽ കളിച്ച പ്ലേയേഴ്സും ഇതാക്കുന്നുണ്ട്. ഞാൻ സെർച്ച് ചെയ്യാൻ പോകുന്നത് സെർച്ച് ചെയ്യാൻ പോവാ കേട്ടോ. ഓക്കെ, അടുത്ത ആളെ സെർച്ച് ചെയ്യാൻ പോവാ. ഇതൊന്നും ഹീറോസ് തന്നെയാ. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് കളിച്ചൊരു പോയാണ്. ഓക്കെ, ബർത്തലാവ് അതാണ് വാങ്ങാൻ പോകുന്നത്. നമ്മളെ ഗ്രൂപ്പുണ്ട് വേണ്ട റാങ്കപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ വാങ്ങിയത്. നമ്മളൊന്നും തോടലുള്ളത് നമുക്കൊരു റാങ്കപ്പ് ഇന്നത്തെ വെച്ചിട്ട് ഒന്ന് വാങ്ങിയതാ. ഓക്കെ, നമ്മൾ 3 സക്സസ് ആയി. 3 ഇതും. പിന്നെ നമ്മള് കാർഡവില്ലാണ് വാങ്ങുന്നത്. ഇപ്പൊ സെർച്ച് ചെയ്ത് വരും. കാർഡവില്ലേനെ വാങ്ങുന്നുണ്ട് എന്തായാലും. കാർഡവില്ലേന്റെ ഇതെന്താ വെച്ചാല് പല കാർഡുണ്ട്. ബേസ് കാർഡിനേക്കാളും അല്ലാണ്ട് വേറെ കാർഡുണ്ട്. അതിന്റെ ഞാൻ നോർത്തായിരുന്നു. എന്നാലും ബേസ് കാർഡ് വിലവാണ്. മറ്റേ കാർഡ് എനിക്ക് വാങ്ങണമെന്ന് ബഡ്ജറ്റ് ഇല്ല. ഇനി ഒരു 22 മില്യൺ ബഡ്ജറ്റ് ആയിട്ട് വരുമ്പോ സെക്കൻഡ് വേർഷൻ വാങ്ങാൻ നോക്കാം മാക്സിമം. ഞാൻ ഐക്കോൺസിൽ കൊണ്ടുപോകുന്നുണ്ട്. ഐക്കോൺസിൽ കുറച്ച് പ്ലേയേഴ്സിന്റെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചത്. ഓക്കെ, ഐക്കോൺസിൽ ഞാൻ സെർച്ചിട്ട് കാർഡവില്ലേനെ. ഓക്കെ, നമ്മൾ ഐക്കോൺസിൽ കളിച്ചത് റോബോട്ടൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ. നെസ്റ്റ കളിച്ചിട്ടുണ്ടല്ലോ. നെസ്റ്റ ഹീറോ അല്ല, നെസ്റ്റ ഐക്കോൺ അല്ലേ? നെസ്റ്റ കളിച്ചിട്ടുണ്ട്. നെസ്റ്റ തന്നെ ഇപ്പൊ സെർച്ച് ചെയ്യാൻ പോകുന്നത്. നെസ്റ്റന്റെ ഈ കാർഡാണ് വാങ്ങുന്നത്. 90 തൽക്കാലം ഇപ്പൊ വാച്ച് ലിസ്റ്റ് ചെയ്യുന്നത് നല്ലത്. നല്ല പൈസ. നമ്മൾ ബാക്കി പൈസ ഉണ്ടെങ്കിൽ വാങ്ങാം. ഓക്കെ, നെസ്റ്റോനെ ഇത് കിട്ടിക്കുന്നുണ്ടോ? നെസ്റ്റോനെ. ഓക്കെ, അടുത്ത പ്ലാവിനെ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് റോബോട്ടോ. മനസ്സിലായിണ്ടോ ആരാണെന്ന്? റോബോട്ടോ കാർലോസിനെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. 5 മില്യൺ 88 വന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെ വാച്ച് ലിസ്റ്റ് ചെയ്ത് വാങ്ങാൻ സാധ്യതയില്ല. ഇപ്പൊന്നും 5 മില്യൺ ഇല്ല. അതുകൊണ്ട് ഇനിയും പ്ലേയേഴ്സിന് വാങ്ങേണ്ടത് റോബോട്ടോ കാർലോസിന് വാങ്ങൂല സാധ്യതയില്ല. പിന്നെ നമ്മളിപ്പോ നമുക്ക് വേണ്ട
എൻ്റെ അടുത്തുണ്ടായിരുന്നു. അവനക്കൊന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത്. എന്തിനാ ഇപ്പൊ സെർച്ച് ചെയ്ത് വെച്ചാൽ അവൻ്റെ വേറെ വേഷം ഉണ്ടാവും നോക്കാന്. ഇത് തന്നെയാണ് ബോയ്സ് വേഷന് കുറച്ച് വില വരുന്നത്. ഇവന്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് അത്തവല്ല, അവൻ പേര് അറിയുന്നില്ല. ഓക്കെ, നമ്മളിതാ വാങ്ങിയിരിക്കുന്നു. പർച്ചേസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇവൻ അത്യാവശ്യം വാങ്ങുന്നുണ്ട് കേട്ടോ. ശിവൻ തിരിച്ചു വെക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും, കോയിൻ എക്സ്ചേഞ്ച്. നമ്മൾ 5 ലേസ് ആയിട്ടോ. 2 ലേസാണ് നേരത്തെ പർച്ചേസ് ചെയ്തിരുന്നു. ടോട്ടൽ 7 ലേസ് സ്കോഡിലായി. ഇപ്പം നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇതിന് പ്രൊണൗൺസിയേഷൻ അറിയില്ല, അതുകൊണ്ട് ഇവനെ നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇവന് അത്യാവശ്യം ഇത് കൂടുതലാണ്, പ്രൈസ് കൂടുതലാണ്. സെന്റർ ഫോർവേഡാണ്. സെന്റർ ഫോർവേഡ് പൊസിഷൻ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. 2 സ്ട്രൈക്കർ ഉണ്ട് സെന്റർ ഫോർവേഡ് ഉപയോഗിക്കുന്നത്. ഒരു 5 ആൾക്കാരെ നമ്മൾ ക്ലൈം ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോട്ടലായിട്ട് സെർച്ച് ചെയ്ത് 9 ആൾക്കാരായി. 2 ആളെ വാച്ച് ലിസ്റ്റ് ഇട്ടു എന്നാണ് എൻ്റെ ഒരു 2 ആളെ 3 ആളെ അങ്ങനെ 10 ആൾക്കാരായി നമ്മൾ സെർച്ച് ചെയ്തതിൽ. ഓക്കെ, നമ്മളെ സ്കോഡ് കാണാം, കാണ്ടറിവ് കാണാം. നല്ല സ്കോഡല്ലേ, നല്ല സ്കോഡല്ലേ പറയണേ. ഓക്കെ, ഈ ഫോർമേഷനിലാണ് നമ്മൾ ഇപ്പം തുടങ്ങുന്നത്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ വെക്കാൻ പോകുന്നത് ഫസ്റ്റ് പർച്ചേസ് ചെയ്ത ആൾക്കാർ തന്നെ. ഫസ്റ്റ് ഇവനെ വയ്ക്കും. പിന്നെ നമ്മളെ ബർത്തവാളുണ്ട് 2 അവനെ റാങ്കപ്പ് ചെയ്താലും കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ കാബവില്ലോന്ന് വയ്ക്കാം. പിന്നെ പ്രൊണൗൺസിയേഷൻ അറിയില്ല, ഓനുണ്ട് നോവാത്താവ്. പിന്നെ കിഹിലുണ്ട്, കിഹിലുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ലൂസിയുണ്ട്, ലൂസിയനെ വെക്കാൻ വന്നതാണ്. ഓക്കെ, ലൂസി അഭിനയൻ്റെ അടുത്ത് വേണം വെക്കണം. പ്രൊണൗൺസിയേഷൻ കേട്ടറിയില്ല, ക്ഷമിക്കുക. ഓക്കെ, ഇതിപ്പോ ഇനി വെക്കാണെങ്കിൽ ഏതാവത് എനിക്ക് വെക്കാനുണ്ടല്ലോ. നമ്മളിപ്പോ ക്ലൈം ചെയ്ത് 7 പേഴ്സിൽ 1 2 3 4 5 6 പേരേ ഉള്ളൂ. ബർത്തലാവേനെ അല്ലാണ്ട് ഞാൻ കുട്ടി വെക്കാം, ഇങ്ങോട്ട് കുട്ടുന്നില്ല. ഓക്കെ, എന്നാൽ റാങ്കപ്പ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ റാങ്കപ്പ് ചെയ്യും, റാങ്കപ്പ്. ഓക്കെ, ബർത്തലാവേനെ റാങ്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പ്രോബ്ലം കൂടെ വേണമല്ലോ. നമ്മളൊരു ഫോർമേഷൻ മാറ്റാം. ഇവാന്റെ ഫോർമേഷൻ 4-4-2 ഇടാൻ പോവാണ്. നമുക്ക് ലെഫ്റ്റ് മിഡും റൈറ്റ് മിഡും ഒക്കെ ഉണ്ട് കുറച്ച് കൂടുതൽ. ഇനി 2 സ്ട്രൈക്കറിനെ വെക്കണം സ്ട്രൈക്കറായിട്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ റാങ്കപ്പ് എൻ്റെ ഡുഡക്കുണ്ട് ഞാൻ വിചാരിച്ചു, ഡുഡക്കില്ല ഗൈസ്. ഓക്കെ, ഞാറോത്തെ ലെഫ്റ്റ് ബാക്കിനെ അവിടെ ഇട്ടിട്ടുണ്ട്, ലൂസിയനെ. പിന്നെ ഗുർത്തീദിനെ പെട്ടു. ഇതിന്റെ കാരണം വെച്ചാൽ നമ്മളെ ഇത് 3 പൊസിഷനായിട്ട് സെറ്റാണുള്ളത്. ബഡ്ജറ്റ് ഏകദേശം 3 മില്യണേ ഉള്ളൂ. ഗുർത്തീദാണ് ഗോൾകീപ്പറായിട്ട് കളിച്ചങ്ങനെ മെയിൻ പേഴ്സൊന്നും എത്തിക്കാറില്ല. പിന്നെ നെസ്റ്റോനെ കൊണ്ടുവന്നു, ജിങ്കോനെ കൊണ്ടുവന്നു. ഇപ്പൊ ഒന്ന് ടീമിനെ സെറ്റാക്കിയിട്ടുണ്ട്. അന്തിരിത്താപ്പോനെ കൊണ്ടുവന്നു. ഇതിപ്പോ ഇങ്ങനെയാട്ടോ നമ്മളെ ടീം. നമ്മൾ ഹെഡ് മാച്ച് കളിക്കും. ഇത് സംഭവിച്ചാൽ പേഴ്സിന്റെ ലഭ്യത പറഞ്ഞു വില കൂടിയ വ്യവസായം നമ്മൾ ബഡ്ജറ്റ് വെയിറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മള് ജിങ്കനെ കൊണ്ടുവന്നു, അനിരിത്താപ്പോനെ കൊണ്ടുവന്നു. താപ്പ കുറച്ച് അണ്ടർ വെയിറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത്. പക്ഷെ എന്നുവെച്ചാല് നല്ല കാട് എടുക്കാം, അപ്പം നമുക്ക് എടുക്കാം. എന്തായാലും കുറച്ച് കാച്ച് നിറവ് അങ്ങനെ എടുത്ത് പുറത്തുനിന്ന് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ മാച്ച് ഇതാണ്, ഇതിലൊന്ന് ജയിച്ചാൽ മതിയെന്ന്, അല്ല 1 പേരെങ്കിലും അടിച്ചാൽ മതിയെന്ന്. പക്ഷേ ഇവന്റെ ടീം അത്ര ഗുഡല്ല, ആവറേജ് അല്ല. പക്ഷെ നമ്മുടെ ടീമിനെ വെച്ച് നോക്കുമ്പോൾ ഗുഡാണ് ഇപ്പോഴത്തെ ടീം കേട്ടോ. ഓക്കെ, ഗോട്ടിനോടാണ് നമ്മളെ കളി. നമ്മുടെ ടീം ഇതാണ്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. സെന്റർ ബാക്കിൽ എന്ന പൊസിഷനിലല്ല നിർത്തിയത്. അത് നമുക്ക് മാറ്റാം, ഞാൻ മാറ്റിക്കോളും. ഓക്കെ, ഈ ടീം നോട്ട് ബാഡ്. ഓക്കെ, നമുക്ക് വിക്കോസ് കിട്ടിയത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഒരു ഫോവും കിട്ടി. ഈ ഫോവ് നമ്മൾ ഒരേന്ന് പറ്റിച്ച് അങ്ങോട്ട് കൊടുത്തു വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ വേറെ പറ്റിച്ച് ഫോവും കൊണ്ടുപോയി. പക്ഷെ പാപ്പയ്ക്ക് പൈസ ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോകുന്നുണ്ട്. നല്ല ഫിസിക്കലാണ് കളിക്കുന്ന എനിക്ക് തോന്നുന്നത്, നല്ല ഫിസിക്കലിൽ കൊണ്ടുപോകുന്നുണ്ട്. ഷൂട്ട് ചെയ്യാൻ നോക്കുന്ന പക്ഷേ ഭർത്താവാണ്, പക്ഷെ കുറവാണ് കുഴപ്പമില്ല.
ബർത്തലാവ് ക്ലാസ് കൊടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു. കോർണറാണ് കളിച്ചാണ് വന്ന് കോർണർ കൊടുത്തത്. നമുക്ക് തന്നെ വന്ന് കണ്ടെത്താൻ ചാൻസ് വരുന്നുണ്ട്. ആ പ്രശ്നം അല്ല ഇടക്കിടക്ക് കണ്ടെത്തി ഇവന്ന് ഗോളിന് ഭയങ്കരമായിട്ട് റഷ് വരുന്നുണ്ട്. പുറത്തേക്കാക്കി നമ്മൾ പാസ് എടുക്കുന്ന ഒറ്റ ഷോട്ട്. യെസ് ഫസ്റ്റ് ഗോൾ. സൂപ്പർ ഗോളായിരുന്നു. ഗോളിന് റഷ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഗോളാണ്. നല്ലൊരു ഗോൾ അടിക്കുക. ഇനി കളി ജയിക്കാൻ മാത്രം നിങ്ങൾ നോക്കുന്നുള്ളൂ. റോണക്കൊണ്ട് ഗോൾ അടുപ്പിച്ചാൽ നോക്കരുത്. നമ്മുടെ ഡിഫൻസ് മെയിൻ അറ്റാക്ക് ചെയ്യുക, ബോൾ കൺട്രോൾ ചെയ്യുക. നമ്മളെ ഡിഫൻസ് അത്ര ഇതില്ല എന്നുവെച്ചാല് ഔട്ട് ഓഫ് പൊസിഷൻ ആണ്. ജിങ്കനെ ഇടവില്ലെന്ന് വിചാരിച്ചാല് പിന്നെ ഒന്ന് പൊസിഷൻ വരും. പിന്നെ അങ്ങനെ ഔട്ട് ഓഫ് ആയി നിൽക്കുന്നുണ്ട്. ഓക്കേ പന്ത് കിട്ടി. പിന്നെ ലൂസ് നമ്മള് വെള്ളം ഏറ്റാട്ടത് നമ്മളെ ഗോളടിച്ച്. ഓക്കെ ഗൈസ്, ഇതിപ്പോ സമനിലയായിട്ടുണ്ട്. നമ്മൾ ലൂസിയുടെ കഥ പറഞ്ഞു, ഡിഫൻസ് നോക്കിയില്ല. എന്തായാലും ലൂസിനെ ലെഫ്റ്റ് മിഡ് ആയിട്ട് വെച്ച ലെഫ്റ്റ് മിഡിൽ സെന്റർ മിഡ് ആയിട്ടും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ തീരെ സെന്റർ മിഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താപ്പാനെ വെച്ചത് അതുകൊണ്ടാണ്. ഓക്കെ, ആകെ സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫോക്കസ് ചെയ്യാം. ഒരു ത്രോയിങ് കിട്ടിയിട്ടുണ്ട്. ബർത്തലാവിനെ കൊടുക്കും. കിട്ടിയില്ല. ഓക്കെ, ബർത്തലാവോ ഫ്രീയാ. പക്ഷെ അത് ഇത് പോരാ, ഷോട്ട് പോരാ. ഫ്രീ ആയിരുന്നു. കുറച്ചും കൂടെ താണുവിട്ടാണെങ്കിൽ കേവിങ് ഒക്കെ കറക്റ്റാ. ഓ പന്ത് കിട്ടിയില്ല. ഈ വട്ടം പന്ത് കിട്ടിയാൽ മതിയേനു. പന്ത് കിട്ടി. പന്ത് കിട്ടി. ഗോൾ കീപ്പർ കയറിയില്ല. പാസിങ് പോയി. ചോറ് പെട്ടെന്ന് കളർ ചെയ്ത് സ്പീഡായിട്ട്. നമ്മൾ പന്തിൽ നിന്ന് പോകുന്നേക്ക് കളർ ചെയ്ത്. ഓന്റെ ഗോൾ കീപ്പർ ലോണിങ്ങാ തോന്നുന്നു. ഗ്ലിച്ച് വന്നിരിക്കുന്നു. ഗ്ലിച്ച്. പന്ത് കൊണ്ട് മുന്നോട്ട്. യെസ്, ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. നേരത്തെ കുറെ നേരെ ഗോൾ അടിക്കാൻ നോക്കുന്നു. ഗോവല്ല, ഒരു അസിസ്റ്റ് അടിക്കാൻ നോക്കി. അസിസ്റ്റ് ആണോ ആവില്ല, മറ്റേത് എന്തായാലും അസിസ്റ്റ് അടിക്കാനൊക്കെ നോക്കിയിരുന്നു. എന്തായാലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ഗോളായിട്ട് തന്നെ വന്നു. ഫസ്റ്റ് ഹാഫ് കഴിയാനായി. എന്തായാലും അത് നിങ്ങൾക്ക് പിടിച്ചെടുക്കുക. എന്തായാലും ഒരു പാസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കെഹിലിന്റെ കൈ കിട്ടി. പാസ് കൊടുത്ത് ബർത്തലാവോ. റഫറി എത്ര നേരം ടൈം ഉണ്ടായിട്ട് ഇപ്പൊ വെള്ളടിക്കാൻ തുടങ്ങിയ. ഇതിൽ മറ്റേ നല്ലോണം കളിച്ചു. അതുകൊണ്ട് നമ്മൾ ഇത് കൊടുത്തു, വെള്ളം കൊടുത്തു. തിരിച്ചൊരു വെള്ളം നന്നിക്ക്. ഓക്കെ, നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. താപ്പേന്റെ കയ്യിലട്ടോ അവന്റെ, കെഹിലിന്റെ കയ്യില്. ഇനി കാർഡവില്ലാണ്. കാർഡവില്ല, താപ്പ, ബർത്തലാവോ, കെഹിൽ. ഓക്കെ, കെഹിലിനെ ബ്ലോക്ക് ചെയ്തു. കുഴപ്പമില്ല. ലൂസിയോ കുറച്ച് മുന്നോട്ട് പോയി. ഓക്കെ, താപ്പേന്റെ കൈ കിട്ടി. കാർഡവില്ല, താപ്പ, കെഹിൽ, ബർത്തലാവോന്റെ ഹീറോസ് കാർഡ് എടുത്തൂടെ എന്നതുണ്ട്. ഫ്രീ ആയിട്ട് നമ്മളെ ഹീറോസിന് എടുത്തൂടെ എന്ന് താക്കുണ്ടെങ്കിൽ ആ ഹീറോസിന്റെ മാർഷലാനെ കഴിയുമ്പോ ഇതിന്റെ അകത്ത്. അല്ല മറ്റേ ബാക്കാണോ? മാർഷലാനെ ഇതിന്റെ അകത്ത് കഴിയുമ്പോ ഈ അക്കൗണ്ടിൽ. ഓക്കെ, നമ്മളിതാ ജിങ്കന് കിട്ടി, കെഹിലിന് കിട്ടി. ബർത്തലാവോ ഇവന്റെ റെയിൻബോ ഉണ്ട്. പക്ഷെ പാസ് ചെയ്യാൻ നല്ല ഓപ്പൺ ചാൻസ് ആയിരുന്നു. പക്ഷെ പാസ് ചെയ്യാൻ പറ്റിയില്ല. ഇവനെ ഗോളിനെ കുറച്ച് മുന്നോട്ടാക്കിയിട്ടാണ് പാസ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡേഞ്ചറാണ്. അപ്പൊ നമുക്ക് കൗണ്ടർ ഡൗട്ട് ഉണ്ട്. അത് ഞാൻ ബാക്കോട്ട് വലിക്കുന്നത്. നെസ്റ്റ പൊസിഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, ബർത്തലാവോ. യെസ്, ഹീസ് ഫ്രീ. ബട്ട് ഗ്ലിച്ച് ആസ് കമ്മ്. ഇപ്പൊ എവിടെ ഉണ്ടാവും? അവിടെ വരെ എത്തിയോ അതിൻ്റെ ഇടയ്ക്ക്? അയ്യോ, അത് പെനാൽറ്റി അല്ലേ? നടക്കുന്ന ആളെ ഓടുന്ന ആളെ പിടിച്ച് താഴോട്ടേക്ക്. ഓക്കെ, വീണ്ടും ഗ്ലിച്ച് വന്നു. അതുകൊണ്ട് നമ്മള് അത് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഓവർടേക്ക് ചെയ്തു. അമ്മ അത് ഗോളാ. യെസ്, ഇവനൊന്നും ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇവൻ മികച്ച പകരമാണ്. പ്ലെയർ ഓഫ് ദി മാച്ച് വരും. പക്ഷെ ബർത്തലാവാണ് കുറച്ചും കൂടെ ബേസ് വേർഷൻ റേറ്റിംഗ് വെച്ച് നോക്കുമ്പോൾ ബർത്തലാവ നല്ലതാണ് കളിച്ചത്. അല്ലാണ്ട് കവർ വെച്ച് നോക്കുമ്പോൾ കൂടുതലും റേറ്റിങ്ങിന് തന്നെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അതാകുമ്പോൾ പിന്നെ പൊസിഷൻ നമുക്കാണല്ലോ. പൊസിഷൻ ഫുട്ബോൾ കളിക്കും മോനാണെങ്കിൽ കൗണ്ടർ ചെയ്യാനും പറ്റുന്നില്ല. 2 കൗണ്ടർ ചെയ്തു. പക്ഷെ അങ്ങനെ ഞങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യുന്നുണ്ട്. പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക്. അയ്യോ,
പൊസിഷൻ ഫുട്ബോൾ അങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ബൊട്ടിലായതുകൊണ്ട് പന്ത് കിട്ടുന്നുണ്ട്. മറ്റൊന്ന് ചാൻസ് കിട്ടുന്നില്ല. എന്താ ഫുൾ ടൈം ആയി 3-2. ഞാൻ ഒരു വെൽഡൺ സിമ്പിൾ പോണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫോണും തിരിച്ചു തന്നു ഒരു വെൽഡൺ സിമ്പിൾ. ഓക്കെ, നമ്മളെ സ്റ്റാറ്റ്സ് നോക്കാം. പൊസിഷൻ നമുക്ക് 3% കൂടുതൽ. കൂടുതലുള്ളൂ. അല്ലാണ്ട് നമുക്ക് പിന്നെ ഇത് പാസിന് അത്യാവശ്യം കൂടുതലാണ്. ഫൗളൊന്നും നടന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.